അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. നമ്മുടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു മാപ്പാക്കി തരട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും എത്തിച്ചു തരട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സുപരിചിതമായി കേട്ടിട്ടുള്ള അള്ളാഹുവിന്റെ അതിപ്രധാനപ്പെട്ട നാമമാണ് ഗനിയ് എന്നുള്ളത്. അതേ അർത്ഥത്തിലും ആശയത്തിലും മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽ കാണുന്ന മറ്റൊരു നാമമാണ് മുഗ്നി എന്നുള്ളത്. എന്തായാലും ഗനിയ്, മുഗ്നി എന്നീ രണ്ട് ഇസ്മുകൾ അൽ അസ്മാഉൽ ഹുസ്നയിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളതും പരിശുദ്ധമായ ഖുർആനിൽ ഏറെ ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതുമായ രണ്ട് ഇസ്മുകളാണ്. വളരെ മഹത്വമുള്ള രണ്ട് ഇസ്മുകളാണ് ഗനിയ് അല്ലെങ്കിൽ മുഗ്നി എന്നുള്ളത്. അള്ളാഹുവിന്റെ ഗനിയ് എന്ന ഇസ്മ ഖുർആനിൽ 18 ആയത്തുകളിൽ കൃത്യമായി തന്നെ അതിന്റെ പ്രത്യേകമായ ചർച്ചയും സ്ഥാനവും നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിലെ ഗനിയ് എന്ന പദം സർവ്വസാധാരണമായി നാം എല്ലാവരും അതേക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒരു സമ്പന്നതയുടെ, സാമ്പത്തികമായ ഒരു പുരോഗതിയുടെ സൂചകം എന്നോണമാണ്. അള്ളാഹു സമ്പന്നത നൽകുന്നവനാണ് എന്ന് മാത്രമുള്ള ഒരു അർത്ഥമാണ് ഈ വചനത്തിന് പല പരിഭാഷകളിലും വ്യാഖ്യാനങ്ങളിലും ഒക്കെയായി നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അനുബന്ധമായ ചെറിയ ഒരു ചർച്ചയിലൂടെ ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയിൽ പ്രതിപാദിച്ചിട്ടുള്ള ഖുർആനിന്റെ 18 ഇടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ള വന്നിട്ടുള്ള ഗനിയ് എന്ന റബ്ബിന്റെ ഇസ്മിനെ കുറിച്ച് നമുക്കൊരൽപ്പം സംസാരിക്കാം. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് ചെയ്യട്ടെ. അമൽ ചെയ്യാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു എത്തിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ പ്രതിപാദിച്ച ഗനിയ് എന്ന അള്ളാഹുവിന്റെ ഇസ്മിന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ധാരാളം വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഈ പദത്തിന്റെ അർത്ഥം എന്നതിലേക്ക് അതിൽ ശ്രദ്ധേയമായ ഒരർത്ഥം, ഗനിയ് എന്ന വാക്കിനർത്ഥം സൃഷ്ടികളായ എല്ലാ സൃഷ്ടികളിൽ നിന്നും സ്വയം പര്യാപ്തത നേടി നിർവാഹമായവനായ അള്ളാഹു. അതോടൊപ്പം സർവ്വ സൃഷ്ടികളും തന്നിലേക്ക് ആവശ്യക്കാരനായി വന്നിരിക്കുന്ന അള്ളാഹു. ഇതാണ് അതിനർത്ഥം. നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. അള്ളാഹു നമ്മളിൽ നിന്നും ഒരാവശ്യവുമില്ലാതെ നിർവാഹമായവൻ ആണ്. ഈ ഒരു അർത്ഥമാണ് ഗനിയ് എന്ന പദത്തിന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ കൊടുക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് നിർവാഹകത നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ പ്രതിപാദിച്ച ഈ പരിശുദ്ധമായ നാമം അള്ളാഹുവിന്റെ അജയ്യതയും റബ്ബിന്റെ സ്വയം പര്യാപ്തതയും സൂചിപ്പിക്കുന്നു. അതോടൊപ്പം അള്ളാഹുവിന്റെ മാത്രം ഒരു വിശേഷണമായി നാം ഇതിനെ മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അള്ളാഹുവിന് മാത്രം കഴിയുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിൽ മാത്രമുള്ള ഒരു സവിശേഷതയാണ് മറ്റുള്ളവരെ നിർവാഹമാക്കാൻ കഴിയുന്ന, സ്വയം നിർവാഹകത കൈവരിച്ചിട്ടുള്ള, ആരുടെയും ആശ്രയം വേണ്ടാത്തവൻ എന്ന പദവി അള്ളാഹിന്റെ മാത്രം പ്രത്യേകതയാണ്. സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിലാണ് പൊതുവെ ഒരു നിർവാഹകതയെ കുറിച്ച് നമ്മൾ ആലോചിക്കാറുള്ളൂ. അവന് പണമുണ്ട്, എന്നാൽ അവനെല്ലാം ഉണ്ട് എന്നാണ്. അങ്ങനെയല്ല. സാമ്പത്തിക എന്നതിന് നാം സങ്കല്പിച്ചിരിക്കുന്നതായ ചില വ്യാഖ്യാനങ്ങൾ, നിർവചനങ്ങളാണ് ഈ അർത്ഥത്തിൽ സമ്പന്നതയെ നാം തെറ്റിദ്ധരിച്ചു പോകുന്നത്. സമ്പന്നത എന്ന് പറഞ്ഞാൽ സൃഷ്ടാവായ അള്ളാഹു തന്റെ സൃഷ്ടിക്ക് നിർവാഹമാക്കുന്ന എല്ലാ കാര്യത്തെയും സമ്പന്നത എന്ന് പറയും. അത് പണം ചെലവാവാതെ കൈച്ചിലായ കാര്യങ്ങളുണ്ട്, രക്ഷപ്പെട്ട കാര്യങ്ങൾ, അതിനും സമ്പന്നത എന്ന് തന്നെ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു എന്ന പ്രഗൽഭനായ സ്വഹാബി, ഇമാം നസായി അവിടുത്തെ സുനനുൽ കുബ്രയിൽ ആ ഹദീസ് പറയുന്നുണ്ട്. ആ ഹദീസ് ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകും, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഗനിയ് എന്ന പദം ഒരു സമ്പന്നൻ എന്ന അർത്ഥത്തിൽ മാത്രമല്ല. സാധാരണ അതിന് കാണപ്പെടുന്ന അർത്ഥങ്ങളൊക്കെ സമ്പന്നൻ എന്ന, ഗനിയ് എന്ന് പറഞ്ഞാൽ സമ്പന്നൻ, സമ്പന്നത, അങ്ങനെ മനസ്സിലാക്കപ്പെടുന്നത്. അതിൽ പരിമിതം അല്ല.
അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആരാണെന്ന് ബോധ്യപ്പെടാൻ ഇത്തരം ചെറിയ പരിഭാഷകളിൽ പരിമിതപ്പെട്ടു പോകാതെ അതിന്റെ വിശാലമായ ആശയങ്ങളിലേക്കാണ് പരിശുദ്ധമായ പ്രമാണങ്ങൾ നമ്മെ കൊണ്ടുപോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹദീസിലേക്കൊന്ന് കടന്നു വരാം. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ എന്നെ വിളിച്ചു ചോദിച്ചു, യാ അബൂദർ അത്തറാ കസറത്തൽ മാലി ഹുവൽ ഗിനാ. അബൂദറെ, ഒരുപാട് പണം ഉണ്ടാവുക എന്ന അവസ്ഥയ്ക്കാണോ സമ്പന്നത എന്ന് താങ്കൾ ധരിച്ചിരിക്കുന്നത്? അങ്ങനെയാണോ? ഒരുപാട് പണമുണ്ടായാലാണോ സമ്പന്നത എന്ന് പറയാം? അങ്ങനെയാണോ താങ്കൾ ധരിച്ചിരിക്കുന്നത്? സമ്പന്നതയുടെ നിർവചനം ഈ അർത്ഥത്തിലാണോ താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്നത്? അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ സംശയം നബിയെ? നഅം യാ റസൂലല്ലാഹ്, ഒരുപാട് പണം ഉണ്ടെങ്കിൽ ആ സമ്പന്നത എന്ന് പറയൂ. ഒരുപാട് പണം ഉണ്ടെങ്കിൽ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ ഫതറാ ഖില്ലത്തൽ മാലി ഹുവൽ ഫഖർ, പണം ഇല്ലാത്ത അവസ്ഥയ്ക്കാണോ ദാരിദ്ര്യം എന്ന് പറയപ്പെടുന്നത്? അങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അബൂദർറെ? മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം, പണമില്ലാത്ത അവസ്ഥയ്ക്കാണ് ദാരിദ്ര്യം എന്ന് പറയാ. ഞാൻ അങ്ങനെയാണ് അതിന്റെ നിർവചനത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സമ്പന്നതയുടെ നിർവചനം എന്തെന്നറിയോ? ഇന്നമൽ ഗിനാ ഗിനൽ ഖൽബി വൽ ഫഖറു ഫഖറുൽ ഖൽബി. സമ്പന്നത എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ തൃപ്തിയാണ്. ഒരാൾക്ക് തന്റെ കയ്യിലുള്ളത് കൊണ്ട് തൃപ്തനായി കഴിയാൻ അയാൾക്ക് കഴിയുമെങ്കിൽ അയാൾ വലിയ സമ്പന്നനാണ്. വലിയ തൃപ്തിയാണ് സമ്പന്നത കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹൃദയത്തിന്റെ തൃപ്തി. ഒരാൾക്ക് ഒരുപാടുണ്ട്, പക്ഷെ ഒന്നിലും ഒരു തൃപ്തി വരുന്നില്ലെങ്കിൽ അത് ദാരിദ്ര്യമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും അങ്ങനെയാണ്. ഒരിക്കൽ ഒരു രാജാവിന് തന്റെ ആർത്തിയും തൃപ്തിക്കുറവും മതിയാവാതെ വന്നപ്പോ ഒരു സൂഫിയായ മഹാൻ ആ രാജാവിന് അതിനു കൊടുത്ത ചികിത്സ എന്തെന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്ത് ജീവിക്കുന്നതിൽ ഏറ്റവും സമാധാനത്തോടുകൂടെ കഴിയുന്ന ആളുടെ വസ്ത്രം നിങ്ങളൊന്ന് വാങ്ങി ധരിച്ചാൽ നിങ്ങളുടെ ഈ മാനസിക പ്രശ്നം മാറുമെന്ന. അങ്ങനെ രാജാവ് ഒരുപാട് സ്ഥലത്ത് അലഞ്ഞപ്പോ അവസാനം ആ നാട്ടിലെ തെരുവിൽ ഒരു യാചകൻ കീറിപ്പറഞ്ഞ ഒരു വസ്ത്രം ധരിച്ച് കിടന്നുറങ്ങുന്നത് കണ്ടു. അയാളെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ചോദിച്ചപ്പോൾ അയാൾ ഈ ലോകത്തെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയിരിക്കുന്ന സൗഭാഗ്യങ്ങളിൽ ഒരു ദാരിദ്ര്യൻ കീറി തുന്നം പാടിയ വസ്ത്രത്തിൽ കിടന്നുറങ്ങുന്ന അയാൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് പറഞ്ഞത്, ഈ ലോകത്ത് തനിക്കായി കിട്ടിയെന്ന് പറയപ്പെടുന്ന താൻ ആസ്വദിക്കുന്ന ഈ ലോകത്തിന്റെ തന്റെ സൗഭാഗ്യങ്ങൾ അതിൽ ഏറെ തൃപ്തനാണ് എന്ന് പറയുമ്പോൾ തന്റെ പ്രജകളിൽ താൻ ഭരിക്കുന്ന ഭരണീയരിൽ ഇത്രയും തൃപ്തിയോടുകൂടെ ഒരാളും ഒരു ഉത്തരം പറഞ്ഞില്ല എന്ന് ബോധ്യമായ രാജാവ് അയാളുടെ കീറി തുന്നം പാടിയ വസ്ത്രം ധരിച്ചാൽ തന്റെ മാനസിക പ്രശ്നം എന്ത് കിട്ടിയിട്ടും മതിയാവാത്ത ആ മാനസിക പ്രശ്നം മാറ്റാൻ കഴിയുമെന്ന സൂഫിയുടെ വാക്കിനെ കുറിച്ച് ആലോചിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഒരുപാട് ഉണ്ടാവലല്ല ഒരിക്കലും സമ്പന്നത, തീരെ ഇല്ലാത്ത അവസ്ഥയല്ല ദാരിദ്ര്യം. ഇതിന് അല്ലാഹു തആല ഉത്തരം നൽകുന്ന ഒരു പ്രത്യേകമായ നാമമാണ് അവന്റെ ഗനിയ് എന്ന പദം. അത് ധാരാളം വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ്. യാ ഗനിയു യാ അല്ലാഹ്. നമുക്ക് അള്ളാഹു എല്ലാ കാര്യങ്ങളും നിർവാഹമാക്കി തരും. പണം കൊണ്ട് നേടേണ്ട പലതും പണമില്ലാതെ അള്ളാഹു നടത്തി തരും. ഒരു ചികിത്സ പണം കൊണ്ടാണ് സാധ്യമാകുന്നതെങ്കിൽ രോഗമില്ലാത്ത അവസ്ഥ ചികിത്സയെ ഇല്ലാതാക്കലാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഹബീബായ നബി തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഒരുപാട് പണം ഉണ്ടാവുക എന്ന അവസ്ഥക്കല്ല സമ്പന്നത എന്ന് പറയാ മനസ്സിന്റെ തൃപ്തിയാണ്. ഒരുപാട് പണം ഇല്ലാതെ പോയതിന്റെ പേരിൽ അവൻ ദാരിദ്ര്യത്തിലാണെന്ന് പറയേണ്ടതില്ല. മനസ്സിന്റെ തൃപ്തിയാണ് സമ്പന്നതയും ദാരിദ്ര്യവും നിർണയിക്കുന്നത്. മനസ്സിന്റെ തൃപ്തിയാ. ഹദീസ് ബാക്കി കാണാം. അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ പിന്നെ ഖുറൈശികളിലെ പ്രമുഖനായ ഒരാളെ പറ്റി എന്നോട് ചോദിച്ചു, ഹൽ തഅരിഫു ഫുലാന, ഇന്ന ആളെ അബൂദറെ താങ്കൾ അറിയുമോ? ഞാൻ പറഞ്ഞു, ഒറ്റ വാക്കിൽ തന്നെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, അയാളെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, അയാളെ എനിക്കറിയാം നബിയേ. ഫകൈഫ തറാഹു,
എങ്ങനെയാണ് അയാളെ പറ്റി താങ്കൾക്ക് പറയാനുള്ളത്? എങ്ങനെയാ അയാളെ പെട്ടെന്ന് മനസ്സിലായത്? അയാളെ പറ്റി എനിക്ക് പറയാനുള്ളത് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, അയാളുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഇദാ സഅല ഉഅതിയ, അയാൾ എന്തെങ്കിലും ആരോടെങ്കിലും ആവശ്യപ്പെട്ട അപ്പൊ തന്നെ അത് കിട്ടും അയാൾക്ക്. അത്രയും വലിയൊരു പേഴ്സണാലിറ്റി അയാൾക്കുണ്ട്. മാത്രവുമല്ല നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇദാ ഹളറ ഉദ്ഖില, ഏതെങ്കിലും ഒരു സദസ്സിൽ അയാൾ എത്തിയാൽ അയാൾ ആ സദസ്സിന്റെ ഇരിക്കേണ്ടടുത്ത് തന്നെ അയാളെ പ്രവേശിപ്പിക്കും, അയാളെ ഇരുത്തും, അയാൾക്ക് വലിയ അംഗീകാരം കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഖുറൈശി പ്രമുഖനെ കുറിച്ച് റസൂലുള്ളാഹ്, അയാൾ വലിയ സമ്പന്നനാണ് എന്നാണ് അതിനർത്ഥം. ആ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ പരിചയപ്പെടുത്തി പെട്ടെന്ന് അയാളെ അബൂദർ റളിയല്ലാഹു അൻഹു മനസ്സിലാവുകയും അയാളെ പറ്റിയുള്ള അഭിപ്രായം പറയുകയും ചെയ്യും. എന്നാൽ കേട്ടോളൂ, പിന്നെ ഹബീബായ നബി തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ സുഫത്തിന്റെ അഹലുകാരായ പട്ടിണി പാവങ്ങളിൽപ്പെട്ട ഒരു സ്വഹാബിയെ കുറിച്ച് പറഞ്ഞു. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇന്ന ആളെ അറിയുമോ? ഹൽ തഅരിഫു ഫുലാനൻ? ഖുൽതു ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, നബിയെ അല്ലാഹുവാണ് സത്യം, അയാൾ എനിക്ക് അറിയില്ല നബിയെ എന്ന് പറഞ്ഞു. മാ അഅരിഫുഹു ഖാല ഫമാ സാല യുഹ്ലീഹി വയൻഉതുഹു ഹത്താ അറഫ്തുഹു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് സൂചിപ്പിച്ച ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ സുഫത്തിന്റെ അഹലുകാരിപ്പെട്ട പാവപ്പെട്ട സ്വഹാബിയെ കുറിച്ച് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന എല്ലാ അടയാളങ്ങളും പറഞ്ഞു, പല നിലക്കുള്ള ഉദാഹരണങ്ങളും പറഞ്ഞു, സൂചനകൾ പറഞ്ഞു, സംഭവങ്ങൾ ഉദ്ധരിച്ചു. അവസാനം എനിക്ക് അയാളെ ശരിക്കും ബോധ്യായി. ഹബീബായ നബി തങ്ങളോട് ഞാൻ പറഞ്ഞു, അറഫ്തുഹു ഖദ് അറഫ്തുഹു യാ റസൂലല്ലാഹ്, ഞാൻ ശരിക്കും എനിക്ക് മനസ്സിലായ ആളാരെന്ന്. അപ്പോൾ കാരണം എന്താ പെട്ടെന്ന് മനസ്സിലാവാത്ത? അദ്ദേഹം ഒരു പാവപ്പെട്ടവനാണ്, ആദ്യം പറഞ്ഞ ആൾ ഒരു സമ്പന്നനാണ്. അപ്പോൾ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, അയാളെ താങ്കൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റജുലുൻ മിസ്കീനുൻ മിൻ അഹ്ലി സുഫാ ഹുവ ഖൈർ. അദ്ദേഹത്തെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു പാവപ്പെട്ട മിസ്കീനായ മനുഷ്യനാണ്, അത്ര എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയൂ. മിസ്കീൻ എന്ന പരിഗണനയിൽ അല്ലാതെ അദ്ദേഹത്തെ ആരും കാണുന്നില്ല, സുഫത്തിന്റെ അഹലുകാരിപ്പെട്ട ഒരാള്. അപ്പോൾ ഹബീബ് പറഞ്ഞു, ഈ മിസ്കീനായ പാവപ്പെട്ടവനാണ് ആദ്യം പറഞ്ഞ പണക്കാരനും പ്രശസ്തനുമായ അയാളെക്കാളും അള്ളാഹുവിന്റെ മുന്നിൽ ഖൈറെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈറുൻ മിൻ തുലാഇൽ അർളി മിനൽ ആഖിരി, ഈ ഭൂമുഖത്ത് ഇവനാണ് ഏറ്റവും വലിയ മഹാൻ, മറ്റേയാളെക്കാളും വലിയ ആള് ഇയാള് തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റേ ആൾക്ക് സമൂഹം കൊടുക്കുന്ന പരിഗണന ഇയാൾക്കില്ലല്ലോ, സ്വാഭാവികമാണല്ലോ. അയാൾ ഒരു സദസ്സിൽ ചെന്നാൽ അയാളെ കയറ്റിയിരുത്തും, അയാൾ സമ്പന്നനാണ്. അയാൾ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ട ജനങ്ങൾ അത് നിർവഹിച്ചു കൊടുക്കും, അയാൾ സമ്പന്നനാണ്. ഈ പാവത്തിന് ആരും അറിയ പോലുമില്ല. അപ്പൊ സമൂഹത്തിൽ മറ്റേയാൾക്ക് കിട്ടുന്ന പരിഗണനയൊന്നും ഇയാൾക്ക് ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇയാൾക്ക് ഈ പാവപ്പെട്ടവന് കിട്ടേണ്ട പരിഗണനയൊക്കെ ഉണ്ട്. ഇതാ ഉഴ്ത്തിയ ഖൈറൻ ഫഹുവ അഹ്ലുഹു, അഹ്ലുസ് സുഫ എന്ന നിലയിൽ, ഒരു ദീനിയായ മനുഷ്യൻ എന്ന നിലയിൽ ചില ബഹുമാനങ്ങളൊക്കെ ഇദ്ദേഹത്തിന് അയാൾക്കില്ലാത്തത് കിട്ടുന്നുണ്ട്. അത് ഇയാൾ അർഹനായതിന്റെ പേരില്ല. മാത്രമല്ല മറ്റേ ആൾക്ക് കിട്ടുന്ന പല ദുനിയവിയായ ആനുകൂല്യങ്ങളും ഇവിടെ കിട്ടാത്തതിന്റെ പേരിൽ ഇദ്ദേഹത്തിന് അള്ളാഹു നന്മയും നൽകുന്നുണ്ട്, അതിന് പകരം ഹസനത്ത്, നന്മ രേഖപ്പെടുത്തുന്നുണ്ട് അബൂദർറെ. അപ്പോൾ മെച്ചം ഈ പാവപ്പെട്ടവനാ. അപ്പൊ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരാൾക്ക് നൽകാം എന്ന് തീരുമാനിച്ചാൽ ആ റബ്ബ് നൽകുക എന്ന പണിക്കാണ്, അല്ലെങ്കിൽ ആ നൽകുക എന്ന അവന്റെ സ്വഭാവത്തിന് പറയുന്ന പേരാണ് ഗനിയ് എന്നുള്ളത്. അള്ളാഹു വലിയ വലിയ പണക്കാരനാ. അങ്ങനെ പറഞ്ഞാൽ അതിൽ മാത്രം പരിമിതമല്ല, അള്ളാഹു അവന്റെ സൃഷ്ടിക്ക് എല്ലാം നിർവാഹമാക്കി കൊടുക്കുന്നവനാ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്പന്നതയുടെ വ്യാഖ്യാനത്തിൽ സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു തത്വമാണ് അള്ളാഹുവിന്റെ ഗനിയ് എന്ന പദത്തിന്റെ ശരിയായ വ്യാഖ്യാനം. പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ ഗനിയ് എന്ന പദത്തെ, അവന്റെ ആ നാമത്തെ സവിസ്തരം ചില സന്ദർഭങ്ങളിൽ കൊണ്ടുവരുന്നത് വളരെ വലിയ വിശാലമായ അർത്ഥത്തിലേക്ക് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു മറ്റുള്ള അവന്റെ സൃഷ്ടികളിൽ നിന്നും മുഴുവനും നിർവാഹമായവനും, സൃഷ്ടികൾ മുഴുവനും അള്ളാഹുവിന്റെ ആവശ്യം അത്യാവശ്യമായി നിൽക്കുന്നവരുമാണ്, അള്ളാഹുവിന്റെ സഹായം ആവശ്യമായവരാണ്. സകാത്തിന്റെ മുതല് കൊടുക്കാൻ വിസമ്മതിച്ച ആളുകൾക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു പ്രഖ്യാപനം, വല്ലാഹുൽ ഗനിയ്യു വഅൻതുമുൽ ഫുഖറാ എന്നാണ്. അള്ളാഹു ഇതിന്റെ ഒന്നും ആവശ്യമുള്ളവനല്ല,
നിങ്ങളാണ് ശരിക്കും ഫഖീറന്മാർ. സമ്പന്നരെ നോക്കിയിട്ടാണ് പരിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞത്. വല്ലാഹുൽ ഗനിയ്യു വ അൻതുമുൽ ഫുഖറാ വ ഇൻ തതവല്ലൗ യസ്തബ്ദിൽ ഖൗമൻ ഗൈറകും സുമ്മ ലാ യകൂനൂ അംസാലകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ ഒരു പക്ഷെ മാറ്റി മറ്റൊരാൾക്ക് കൊടുത്തേക്കാം. ആ കൊടുക്കാനും വാങ്ങാനും ഒക്കെ ഉള്ള അർഹത അവന് മാത്രമുള്ളത്. ആ പരമാധികാരമാണ് ഗനിയ് എന്ന പദവി. വറബ്ബുക്കൽ ഗനിയ്യു ദുർ റഹ്മ യുദ്ഹിബുക്കും വയസ്തഖ്ലിഫു മിൻ ബഅദികും മാ യശാ കമാ അൻശഅകും മിൻ ദുർരിയത്തി ഖൗമിൻ ആഖരീൻ. അല്ലാഹു ഗനിയാണ്, എല്ലാവരെയും നിർവാഹമാക്കുന്നവൻ അവനാണ്. ഇല്ലാത്തവനെ ഉള്ളവൻ ആക്കുന്നത് അള്ളയാണ്. അതാണ് അർത്ഥം. ഇല്ലാത്തവനെ ഉള്ളവൻ ആക്കുന്നത് അള്ളയാണ്, ഉള്ളവനെ ഇല്ലാത്തവനും ആക്കാൻ അള്ളയാണ്. അള്ളാഹു നമുക്ക് തരട്ടെ, അള്ളാഹു നമുക്ക് തരട്ടെ. യാ അയ്യുഹൻ നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. ജനങ്ങളെ, നിങ്ങൾ ഫഖീറന്മാരാണ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ ആവശ്യക്കാരാണ്. അള്ളാഹു ഗനിയാണ്, നിങ്ങളുടെ ആവശ്യം അവൻ ഇല്ലാത്തവനാണ്. സൂറത്ത് ഫാത്തിറിന്റെ ആയത്തുകളാണിത്. അപ്പോ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരാൾക്ക് കൊടുത്ത അനുഗ്രഹത്തെ എടുത്തു മാറ്റാൻ കഴിവുള്ള അവന്റെ ആ സ്വഭാവം, ഇല്ലാത്തവനെ ഉള്ളവനാക്കുന്നവൻ എന്ന സ്വഭാവം, അതാണ് ഗനിയ്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ നോക്കിക്കോളൂ. അനുഗ്രഹങ്ങളെല്ലാം താൽക്കാലികമാണ്. ഹബീബായ നബിയുടെ ഒരു ദുആ പോലും കേട്ടോളൂ. മഹാനായ ഇമാം തുർമുദിയുടെ ജാമിഉൽ കാണാം ഹദീസ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ർസുഖ്നി ഹുബ്ബക വഹുബ്ബ മൻ യൻഫഉനി ഹുബ്ബുഹു عندك اللهم ما رزقتني مما أحب فاجعله قوة لي فيما تحب اللهم وما زويت عني مما أحب فاجعله فراغا لي فيما تحب سيدنا رسول الله صلى الله عليه وسلم. എല്ലാം അറിഞ്ഞു മനസ്സിലാക്കി ദ്വാരക്കണം. പടച്ച റബ്ബേ, ഇല്ലാത്തവനെ ഉള്ളവനാക്കുന്നവൻ നീയാണ് അല്ലാ, ഉള്ളവനെ ഇല്ലാത്തവനാക്കുന്നവനും നീയാണ്, നിന്നോട് ആരും ചോദിക്കാനില്ല അല്ലാ. ഈ ആശയം റസൂലുള്ളാഹിയുടെ ദുആ കേട്ടോളൂ. അല്ലാഹുമ്മ ർസുഖ്നി ഹുബ്ബക, പടച്ചോനെ നിന്റെ സ്നേഹം എനിക്ക് തരണേ അല്ലാ. ആര് ദുആ ചെയ്യുന്നു? ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ർസുഖ്നി ഹുബ്ബക വഹുബ്ബ മൻ യൻഫഉനി ഉഹുബ്ബുഹു ഇൻദക, നിന്റെ സ്നേഹം എനിക്ക് വേണമല്ലാ. മാത്രവുമല്ല, വേറെ ആരോടെങ്കിലും എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ അയാളോടുള്ള സ്നേഹം നാളെ നിന്റെ മുന്നിൽ ഉപകാരമുള്ള സ്നേഹമാകും വിധമുള്ള സ്നേഹം വേണമല്ലാ. അല്ലാഹുമ്മ മാ റസഖതനി മിമ്മാ ഉഹിബ്ബു, എനിക്ക് ഇഷ്ടമുള്ള പലതും നീ എനിക്ക് തന്നിട്ടുണ്ട് അല്ലാ. എനിക്ക് ഇഷ്ടമുള്ള പലതും നീ തന്നപ്പോ അല്ലാഹുവേ, നിന്നെ സ്നേഹിക്കാനുള്ള ശക്തിയായി അത് നീ മാറ്റണേ അല്ലാ. ഫജ്അൽഹു ഖുവ്വത്തൻ ലി ഫീമാ തുഹിബ്ബു അല്ലാഹുമ്മ വമാ സവൈത അന്നി മിമ്മാ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്ന പലതും നീ എനിക്ക് തന്നിട്ടില്ല അല്ലാ. ഫജ്അൽഹു, എനിക്ക് തരാത്തതിനെ റബ്ബേ നീ ആക്കണം. ഫറാഗൻ ലി ഫീമാ തുഹിബ്ബു, നീ ഇഷ്ടപ്പെടുന്ന പലതിലേക്കും ഞാൻ വന്നു ചേരാൻ ഒരു കാരണമാക്കണേ അല്ലാ. അത് കിട്ടാത്തതിന്റെ പേരിൽ നിന്റെ ഇഷ്ടമുള്ള പല കാര്യങ്ങളിലേക്കും ഞാൻ മടങ്ങിയെത്തണം. അങ്ങനെ നീ എന്നെ പ്രാപ്തനാക്കണേ. ഇത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പതിവ് ദുആയായിരുന്നു. എന്തിനാ ഞാൻ ഈ ദുആ പറഞ്ഞത്? അള്ളാഹു ഒരാളെ ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും ഉള്ളവനാക്കും. അള്ളാഹു അതിന് വലിയ സമ്പന്നത അവന്റെ കയ്യിലുണ്ട്. പടച്ചോനെ, അവന്റെ കയ്യിലുള്ള സമ്പന്നത അത്രയുണ്ട്. അപ്പൊ കേവല സമ്പന്നൻ എന്ന് പറയാൻ ഗനിയ് എന്ന പദം അറബിയിൽ പ്രയോഗിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിൽ അങ്ങനെയല്ല. അള്ളാഹുവിൽ നാം കാണുന്ന ആശയത്തിനേക്കാൾ അപ്പുറമാണ് റബ്ബിന്റെ കയ്യിലുള്ളത്. റബ്ബിന്റെ കയ്യിലുള്ളത് കൊടുക്കുമ്പോൾ ഒരിക്കലും കുറവ് വരുന്നില്ലല്ലോ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരു ഖുദ്സിയായ ഹദീസ്
സ്വഹീഹ് മുസ്ലിം അത് രേഖപ്പെടുത്തുന്നതായി കാണാം. അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനം. അള്ളാഹു പറയുന്നു, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും. അള്ളാഹു പറയുന്നുണ്ട്, മനുഷ്യരെ, നിങ്ങളിൽ കഴിഞ്ഞു പോയ ആളുകളും നിങ്ങളിൽ വരാനുള്ളവരും നിലവിലുള്ളവരും എല്ലാവരും, നിങ്ങളിലെ മനുഷ്യർ മുഴുവനും നിങ്ങളിലെ ജിന്നുകൾ മുഴുവനും ഖാമൂ ഫീ സ്വഈദിൻ വാഹിദിൻ ഫസഅലൂനി, എല്ലാവരും കൂടി ഒരു ഒറ്റ പ്ലേസിൽ നിന്നുകൊണ്ട് എന്നോട് ചോദിച്ചാൽ, ഒരു സ്ഥലത്ത് ഒരു ഗ്രൗണ്ടിൽ നിന്ന് എല്ലാവരും എന്നോട് ചോദിച്ചു. ഓരോ മനുഷ്യർക്കും ചോദിച്ചത് ഞാൻ കൊടുത്തു, ജിന്നുകൾക്ക് ചോദിച്ചത് കൊടുത്തു, സർവ്വ സൃഷ്ടി ചരാചരങ്ങൾക്കും ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്ന് ഒറ്റ സമയത്ത് ചോദിച്ചാൽ എല്ലാവർക്കും ചോദിച്ചത് മുഴുവനും ഞാൻ കൊടുത്തു. എന്നാൽ കേട്ടോളൂ അള്ളാഹുവിന്റെ പ്രഖ്യാപനം, എന്റെ അടുക്കലുള്ളതിന് കുറവ് വരുന്നില്ല. ഏതുപോലെ? ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹറ യാ ഇബാദി, ഒരു സൂചി കൊണ്ടുവന്ന് ഒരു കടലിന്റെ, ഒരു സമുദ്രത്തിന്റെ നടുവിലെ വെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ട് പൊക്കിയാൽ ആ സൂചിയിലെ നനവ് എത്രയോ അത്രയേ ഉള്ളൂ. സർവ്വ സൃഷ്ടിക്കും ഞാൻ ഒരേ സമയം ഒറ്റ ചോദ്യത്തിൽ ഒരുമിച്ച് കൊടുത്തത്, എന്റെ കയ്യിലുള്ളതിൽ കുറവ് വരുത്തിയത് കടലിൽ നനഞ്ഞ സൂചിയിലെ നനവ് പോലെ കടലിലെ വെള്ളത്തെ അപേക്ഷിച്ച് അത്രത്തോളം എന്റെ കയ്യിലുണ്ട് എന്ന് അള്ളാഹു പറയാ. പടച്ചോനെ, നീ ഞങ്ങൾക്ക് തരണേ അല്ലാ, ഖൈറ് തരണേ അല്ലാ. ചോദിക്കാ റബ്ബ് തരും. അള്ളാഹുവിന്റെ കയ്യിലുള്ളത് അത്രയുണ്ട്. ഗനിയ് എന്ന പദം അതിലേക്കാ സൂചിപ്പിച്ചത്. ഇന്നമാ ഹിയ അഅ്മാലുകും ഉഹ്സിഹാ ലക്കും സുമ്മ ഉവഫീകും ഇയ്യാഹാ ഫമൻ വജദ ഖൈറൻ ഫൽഹ്മദില്ലാഹ് വമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു. സയ്യിദുനാ റസൂലുള്ളാഹി ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ കയ്യിൽ ഒരുപാടുണ്ട്. ആ ഒരുപാട് അവൻ അവന്റെ സൃഷ്ടിയിൽ കൊടുക്കും. ഇല്ലാത്തവൻ അവൻ ഉള്ളവനാക്കും. കേട്ടോളൂ. എന്നാലും ഭൂമിയിലെ ജീവിതത്തിൽ നാം കുറെ പേരെ മാത്രം പണക്കാരായി കാണുന്നു, കുറെ ആളുകൾ പാവങ്ങളുണ്ട്. അതായത് ഭൂമിയിലെ ജീവിതത്തിൽ അല്ലാഹു ഒരാൾക്ക് കൊടുക്കുന്നതിൽ പരിധി വെച്ചിട്ടുണ്ടെന്ന് ചുരുക്കം. വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർളി വലാകിൻ യുനസ്സിലു ബിഖദ്രി മാ യശാ ഇന്നഹു ബിഇബാദിഹി ഖബീറും ബസീർ. പ്രചോദനം എന്തൊരു അർത്ഥമുള്ള ആയത്താണത്. സൂറത്ത് ശൂറയുടെ 27-ാമത്തെ ആയത്ത്. എന്താ പറഞ്ഞത്? എനിക്ക് ജീവിക്കാനുള്ളത് എന്റെ റബ്ബ് തരുന്നുണ്ട്. എനിക്ക് ഇന്നുള്ളത് അവൻ ഇന്ന് തന്നു. നാളത്തേക്കുള്ളതും ഒരു പക്ഷെ തന്നിട്ടുണ്ടാവും. 10 കൊല്ലം കഴിഞ്ഞുള്ളത് കിട്ടാനുള്ളത് ഇപ്പൊ തന്നെ അവൻ തന്നാൽ ഞാൻ ചീത്തയാവൂടോ? ഞാൻ ചീത്തയാവും. എന്നോട് സ്നേഹമുള്ള റബ്ബ് അത് തരൂല. ഇപ്പൊ കിട്ടേണ്ട സൗഭാഗ്യം, ഇപ്പൊ കിട്ടേണ്ട സമ്പത്ത്, ഇപ്പൊ കിട്ടേണ്ട അനുഗ്രഹം ഇപ്പോൾ തന്നെ എനിക്ക് കിട്ടി. 10 കൊല്ലം കഴിഞ്ഞുള്ളതും കൂടി എനിക്ക് ഇപ്പൊ തന്നാ ഞാൻ ചീത്തയാവും. ഈ അനുഗ്രഹങ്ങളെ കിട്ടിയാ ഞാൻ എന്റെ റബ്ബിനെ മറക്കും. അതാ എന്റെ അവസ്ഥ. എന്റെ റബ്ബിനെ ഞാൻ മറക്ക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വരുന്ന ഒരു അപകടമാണ്. ആ അപകടത്തിൽ ഞാൻ പോവാതെ എന്നെ സംരക്ഷിക്കുന്നവന്റെ പേരാണ് റബ്ബ്. അവൻ എനിക്ക് ആവശ്യമുള്ളത് ആവശ്യമായ സമയത്ത് തരും. 1000 രൂപ കൈകാര്യം ചെയ്യേണ്ട പക്വതയില്ലാത്ത മക്കള് 1000 ചോദിച്ചാൽ നമ്മൾ കൊടുക്കില്ല. 5 വയസ്സുള്ള ഒരു കുട്ടി സ്കൂളിൽ പോവാ, 1000 രൂപ മിഠായി വാങ്ങാൻ ചോദിച്ചാൽ നമ്മൾ കൊടുക്കില്ല. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 1000 കൊടുക്കപ്പെടാൻ ഒരു 10 കൊല്ലം കഴിഞ്ഞാണെങ്കിൽ ഒരു പക്ഷേ അവനത് അവകാശം പോലെ ചോദിച്ചു വാങ്ങാവുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ കൊടുക്കും. അപ്പൊ പിന്നീട് കൊടുക്കാനുള്ളത് നേരത്തെ കൊടുത്താൽ ചിത്യാവും. ഈ ആയത്ത് കേട്ടോളൂ. വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി, അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹ് കൊടുക്കേണ്ട റിസ്ഖിനെ അവൻ പരിധി വിട്ട് വിശാലമാക്കിയാൽ ലബഗൗ ഫിൽ അർളി, ഭൂമിയിൽ അവർ കുഴപ്പമുണ്ടാക്കും. ഭൂമിയിൽ അവർ കുഴപ്പമുണ്ടാക്കും. അള്ളാഹു പരിധി വിട്ട് റിസ്ഖ് കൊടുത്താൽ പിന്നെ അള്ളാഹ് എന്താ ചെയ്യുന്നത്? വലാകി യുനസ്സിലു ബിഖദ്രി മാ യശാ, എത്രയാണോ അള്ളാഹ് ഉദ്ദേശിക്കുന്നത് അതിന് ഒരു അളവ് വെച്ച് തന്നെ ആ ഒരു അളവിലെ അള്ളാഹു ഭൂമിയിലേക്ക് ആവശ്യാനുസരണം ഇറക്കൂ. പരിശുദ്ധ ഖുർആൻ. അള്ളാഹു തരാന്ന് വെച്ചു 2 കൊല്ലത്തെ മഴ ഒരുമിച്ച് തന്നെ നമ്മൾ അടങ്ങാറാവും. കേട്ടോളൂ. ഇന്നഹു ബിഇബാദിഹി ഖബീറും ബസീർ. തന്റെ അടിമകളെ ഉള്ളും പുറവും നന്നായി അറിയുന്നവനാണ് അള്ളാഹു. അള്ളാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. അപ്പൊ അള്ളാഹിന്റെ കയ്യിൽ ഒരുപാടുണ്ട്, അത് അവൻ കൊടുക്കും.
റബ്ബ് കൊടുക്ക എന്നുള്ളത് അവനറിയാം, അതിന്റെ കണക്ക്, അതനുസരിച്ചാ കൊടുക്കുക. ഭൂമിയിൽ അവൻ പരിധി വെച്ചു. ഭൂമിയിലുള്ളവരൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്, ചോദിക്കാത്തവനും കൊടുക്കുന്നുണ്ട്. ചോദിക്കാത്തവന് വേണ്ടി ചോദിക്കാൻ ഒരു മലക്കിനെ അള്ളാഹു വെച്ചിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുർ റഹ്മാനിന്റെ 29-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നുണ്ട് ആ ഹദീസ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും അള്ളാഹുവിന്റെ ഇസ്മായ യാ ഗനിയ്, അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ ഇല്ലാത്തവനെ ഉള്ളവനാക്കുന്നവനാണ്. അത് സംബന്ധമായി നമുക്ക് നമ്മുടെ ദുആകളിലൊക്കെ യാ ഗനിയു യാ അല്ലാ എന്നൊക്കെ ചേർക്കാം. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട ഒരു ദുആയാണ് യാ ഗനിയ് എന്ന പദം ചേർത്തുകൊണ്ട് ഉള്ള ദുആ. ഇനി കേട്ടോളൂ, പരിശുദ്ധ ഖുർആനിന്റെ ഒരു അവതരണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തരാതെ ഒരാൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നോടത്ത് അയാൾ അബദ്ധത്തിലാണ്. അള്ള തരാതെ ഒരാൾക്ക് ഒന്നും ഉണ്ടാവൂല, അള്ള കൊടുക്കാതെ ഒരാൾക്കും ഒന്നും കിട്ടൂല. ഇത് ലോകം അറിയേണ്ട ഒരു സത്യമാണ്. കേട്ടോളൂ പരിശുദ്ധ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى. സൂറത്തുൽ ലൈലിന്റെ ആയത്തുകൾ വളരെ പരിചയമുള്ള, കുഞ്ഞുനാളിലെ മുതൽ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകൾ. എന്താ ഈ ആയത്ത് പറഞ്ഞത്? ഫഅമ്മാ മൻ അഅ്താ, അല്ലാഹു അള്ളാഹ് കൊടുത്തത് ആരെങ്കിലും ദാനധർമ്മം ചെയ്തു, അള്ളാഹ് എനിക്ക് തന്നത് ഞാൻ ദാനധർമ്മം ചെയ്താൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തു, വത്തഖാ, തഖ്വയോടുകൂടെ ജീവിച്ചാൽ, റബ്ബ് കൊടുത്തത്, റബ്ബ് തന്നത് റബ്ബിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്ത് തഖ്വയോടുകൂടെ ജീവിച്ചു, വസ്വദ്ദഖ ബിൽ ഹുസ്ന, പരിശുദ്ധമായ കലിമയെ വാസ്തവമാക്കി സത്യം അംഗീകരിച്ച് ദീനനുസരിച്ച് ജീവിച്ചാൽ, ഫസനയസ്സിറുഹു ലിൽ യുസ്ര, നമ്മുടെ ജീവിതം എളുപ്പത്തിലേക്കാ പോവാ. എളുപ്പമുള്ള മരണം, ഖബറിന്റെ ചോദ്യം എളുപ്പം, ഹിസാബ് എളുപ്പം, സിറാത്ത് എളുപ്പം. അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. അള്ളാഹു കൊടുത്തതിനെ ദാനം ചെയ്തു, തഖ്വയനുസരിച്ച് ജീവിച്ചു, സത്യസന്ധമായ ജീവിതം പുലർത്തിയാൽ മുന്നോട്ടുള്ള ജീവിതം എളുപ്പം. ഇനി കേട്ടോളൂ. വഅമ്മാ മൻ ബഖില വസ്തഗ്നാ, ആരെങ്കിലും അള്ളാഹ് കൊടുത്തത് റബ്ബിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാതെ പിശുക്കു കാണിച്ചു, വസ്തഗ്ന, സ്വന്തമായി ദാനധർമ്മം ഒഴിവാക്കിയിട്ട് സമ്പത്ത് കൂട്ടാൻ ആരെങ്കിലും സ്വയം സമ്പന്നനാവാൻ പരിശ്രമിച്ചാൽ, ദാനം ചെയ്യാതെ അതും കൂടി കൂട്ടിവെച്ചാൽ കൂടുതൽ ഉണ്ടാവൂന്ന് ധരിച്ചു. അങ്ങനെ അവൻ സമ്പന്നതയെ നിർമ്മിക്കാൻ, സൃഷ്ടിക്കാൻ, സമ്പന്നത ഉണ്ടാക്കാൻ ദാനം ചെയ്യാതെ കൂട്ടിവെക്കാൻ ശ്രമിച്ചാൽ, അള്ളാഹു പറയുന്നു വകദ്ദബ ബിൽ ഹുസ്ന ഫസനയസ്സിറുഹു ലിൽ ഉസ്ര, അവൻ പോകുന്നത് ഞെരുക്കത്തിലേക്കാണ്. ഞെരുക്കത്തിലുള്ള മരണം, ഞെരുക്കത്തിലുള്ള ഖബർ, ഞെരുക്കത്തിലുള്ളതായ ഹിസാബ്, ഞെരുക്കത്തിലുള്ള മഹ്ശറ, അവൻ ഞെരുക്കത്തിലേക്കാ പോക. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു പറയുന്നു വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ, അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ചെന്നാൽ അവൻ പിശുക്കു കാട്ടി ഇവിടെ കൂട്ടിവെച്ചതായ സമ്പത്ത് ഒരിക്കലും അവനെ നിർവാഹമാക്കൂല. ഇന്ന അലൈനാ ലൽ ഹുദാ, ഹിദായത്ത് അള്ളാന്റെ കയ്യിലാ. അള്ളാഹു നമുക്ക് ഹിദായത്ത് തരട്ടെ. അപ്പൊ എന്തിനാണ് ഞാനിത് പറഞ്ഞത്? സ്വയം പര്യാപ്തതയും സമ്പന്നതയും നമ്മുടെ പരിശ്രമങ്ങൾക്കപ്പുറം അള്ളാഹ് തരണം. അള്ളാഹു ഒരാൾക്ക് കൊടുത്താൽ ഉണ്ടാവും. ഒരാൾ സ്വയം ഉണ്ടാക്കാൻ ശ്രമിച്ചു ദാനധർമ്മങ്ങളൊക്കെ ഒഴിവാക്കി പണം പരമാവധി കൂട്ടിവെക്കാൻ നോക്കിയാൽ അവന്റെ മുന്നിലേക്കുള്ള വഴി ഞെരുക്കത്തിലേക്കാകുമെന്ന് ഖുർആൻ. അപ്പോൾ പരിശുദ്ധമായ അള്ളാഹുവിന്റെ യാ ഗനിയ് എന്ന ആ ഇസ്മിന് അള്ളാഹു ഇല്ലാത്തവന് ഉള്ളവനാക്കും എന്ന അർത്ഥം ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചുവെങ്കിൽ, അള്ളാഹുവിന്റെ ഒരു സ്വഭാവമാണ് അത് എന്ന് നാം മനസ്സിലാക്കുക.
അള്ളാഹുവിന്റെ ഒരു സ്വഭാവം ഇല്ലാത്തവനെ ഉള്ളവനാക്കുക എന്നത്. അപ്പൊ നമ്മൾ ആ സ്വഭാവമുള്ള അള്ളാഹുവോട് ധാരാളം ദുആ ചെയ്യണം. വെള്ളിയാഴ്ച ദിവസം എത്തിക്കഴിഞ്ഞാൽ, വെള്ളിയാഴ്ച രാവാവാം പകലാവാം, നമ്മൾ യാ ഗനിയ് എന്ന പദം ഉച്ചരിച്ചുകൊണ്ടുള്ള ദുആ വർദ്ധിപ്പിക്കാം. ഞാൻ ഒരു ദുആ പഠിപ്പിച്ചു തരാം. മഹാനായ ഇമാം സയ്യിദുൽ ബക്കരി പരിശുദ്ധമായ ഫത്ഹുൽ മുഈന്റെ വ്യാഖ്യാനത്തിൽ ഇആനത്തു ത്വാലിബീനിൽ പറയുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ മറ്റു കിതാബുകൾ പലതും ഉദ്ധരിച്ചിട്ടുള്ള ഒരു ദുആ, അത് വെള്ളിയാഴ്ചയിലെ ഒരു ദുആയാണ്. ആണിനും ചൊല്ലാം പെണ്ണിനും ചൊല്ലാം. 70 വട്ടം ആ ദുആ ചൊല്ലിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അത് വെള്ളിയാഴ്ച പകലിൽ ചൊല്ലിയാൽ, ദുആക്ക് പ്രത്യേകം ഇജാബത്തുള്ള ഒരു സമയം വെള്ളിയാഴ്ച പകലിൽ ഉണ്ട്. 70 വട്ടം ഈ ദുആ ചൊല്ലിയാൽ 14 ദിവസത്തിനുള്ളിൽ ഫലം കാണും എന്നാണ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി പഠിപ്പിച്ചത്. ഈ ദുആ ഒന്നുകൂടി പറയാം. 70 വട്ടം ചൊല്ലിയാൽ 14 ദിവസത്തിനുള്ളിൽ ഫലം കാണാൻ പറ്റുന്ന, ആണിനും പെണ്ണിനും ചൊല്ലാൻ പറ്റിയ ഒരു ദുആ വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേക അമലിൽ പെട്ടിട്ടുണ്ട്. എവിടെയുണ്ട് സംഭവം? ഇമാം സയ്യിദുൽ ബക്കരിയുടെ ഇആനത്തു ത്വാലിബീനിൽ നമുക്ക് ഇത് കാണാൻ കഴിയും. ഫത്ഹുൽ മുഈന്റെ വ്യാഖ്യാനമാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ള ഒരു ദുആയാണ്. ഈ ദുആ ആരാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാന സ്വഹാബി, 10 വർഷത്തെ ഖാദിം മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഈ ദുആ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ ദുആ നമുക്ക് മുന്നിൽ തരുന്ന സന്ദേശം എന്തോ അതാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. യാ ഗനിയ് എന്ന അള്ളാഹുവിന്റെ ഇസ്മ, ഗനിയ് എന്ന ഇസ്മ, ഇല്ലാത്തവനെ ഉള്ളവനാക്കുന്ന അള്ളാഹ്, നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അനസ് റളിയല്ലാഹു അൻഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ഖാല യൗമൽ ജുമുഅത്തി 70 മറത്തൻ, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം 70 വട്ടം ചൊല്ലിയാൽ എന്താണ് ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ അഗ്നിനി ബിഫളിക അമ്മൻ സിവാക, പടച്ചോനെ നിന്റെ ഔദാര്യം കൊണ്ട് നീ എന്നെ നിർവാഹമാക്കണം, നീ അല്ലാത്തവരിൽ നിന്നും നിർവാഹമാക്കണേ. വബിഹലാലിക അൻ ഹറാമിക, അല്ലാഹുവേ നിന്റെ ഹലാല് കൊണ്ട് ഹറാമിൽ നിന്നും നീ എന്നെ നിർവാഹമാക്കണേ. ലം യമുറ അലൈഹി ജുമുഅത്താനി, 2 വെള്ളിയാഴ്ച കഴിഞ്ഞു കിടക്കുന്നതിന് മുന്നേ, ഹത്താ യുഗ്നിയഹുല്ലാഹു തആല, സമ്പത്തില്ലാത്തവനാണ് ഈ ദുആ ചൊല്ലി സമ്പത്ത് ചോദിച്ചത് എങ്കിൽ അള്ളാഹു അവന് സമ്പത്ത് നൽകും. ഇല്ലായ്മ എന്താണോ അത് ഉദ്ദേശിച്ചുകൊണ്ട് ഈ ദുആ 70 വട്ടം ചൊല്ലിയാൽ 14 ദിവസത്തിനുള്ളിൽ, അതായത് 2 ജുമുഅ കഴിയുന്നതിന് മുന്നേ അള്ളാഹു തആല അവനെ നിർവാഹമാക്കുമെന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സയ്യിദുൽ ബക്കരി ഇആനത്തിൽ രേഖപ്പെടുത്തുന്നു. പരിശുദ്ധമായ ദിനരാത്രങ്ങളാ നമ്മുടെ കയ്യിലുള്ളത്, നമ്മളത് ഉപയോഗപ്പെടുത്താം. വെള്ളിയാഴ്ച രാവാവട്ടെ പകലാവട്ടെ, ആണിനും പെണ്ണിനും 70 വട്ടം ചൊല്ലല് സുന്നത്താണ് ഈ ദുആ. ഒന്നുകൂടി പറയാം ദുആ. അല്ലാഹുമ്മ അഗ്നിനി ബിഫളിക അമ്മൻ സിവാക വബിഹലാലിക അൻ ഹറാമിക എന്ന ദുആ. ഇത് നമ്മൾ മുമ്പ് ഏതൊക്കെയോ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഞാൻ ഓർക്കുന്നുണ്ട്. ഏതായാലും ഒന്നുകൂടി പറയുന്നു, ഈ ദുആ 70 വട്ടം ചൊല്ലിയാൽ 14 ദിവസത്തിനുള്ളിൽ ഫലം കാണാമെന്ന് സ്വഹാബി പ്രമുഖനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ പലതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ സയ്യിദുൽ ബക്കരി ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കടബാധ്യത വീടാൻ ഈ ദുആ നല്ലതാണെന്ന് പല ഇമാമിയങ്ങളും പറയുന്നത് മറ്റു പല ക്ലാസ്സിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ദുആ കടബാധ്യത വീടാനും സമ്പത്തുണ്ടാവാനും ഈ ദുആ മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 14 ദിവസത്തിനുള്ളിൽ റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദുആ ചൊല്ലേണ്ട പോലെ ചൊല്ലണം, മനസ്സിൽ തട്ടി ചൊല്ലണം, നമ്മുടെ ഹൃദയ സാന്നിധ്യം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് നമ്മൾ പടച്ചോനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തരാമെന്ന് വെച്ചാൽ അള്ളാഹു തരും. അള്ളാഹു കേട്ടോളൂ, ഒരു ഹദീസ് കേട്ടോളൂ, നേരത്തെ പറഞ്ഞ ഹദീസ്, ഫമൻ വജദ ഖൈറൻ ഫൽഹംദില്ലാഹ് വമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു. ഖൈർ കിട്ടും എന്ന് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങൾ ഖൈറായ വഴിക്ക് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ശരിയായിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഫാത്തിഹ ഓതി മന്ത്രിച്ച സ്വഹാബി വിഷം തീണ്ടിയ ആളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. അദ്ദേഹം ചെയ്തത് ഒരു ഫാത്തിഹ ഓതി മന്ത്രിച്ചു. സ്വഹീഹുൽ ബുഖാരി. സ്വഹാബി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ആണ്.
ഒരു ഫാത്തിഹയല്ല 1000 ഫാത്തിഹ നമ്മൾ ഓതിയാലും വിഷം തീണ്ടിയ ആളിൽ നിന്നും വിഷം ഇറങ്ങുന്നില്ലെങ്കിൽ ഫാത്തിഹയുടെ കുഴപ്പമല്ല. അന്നും ഫാത്തിഹ തന്നെ, ഇന്നും ഫാത്തിഹ തന്നെ. ഓതിയവരിലുള്ള വ്യത്യാസം അത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ ഈ ദുആ ഒരു ഭാഗമാവണം. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തുരിസിന പർവ്വതത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിന്റെ അചഞ്ചലമായ പ്രഭ വന്ന തുരിസിന പർവ്വതത്തിൽ ഏകാഗ്രത തേടി പോകുമ്പോൾ, അള്ളാഹുവിലേക്കുള്ള മുനാജാത്തിലേക്ക് പോകുമ്പോൾ, തുരിസിന പർവ്വതത്തിന്റെ അരികിൽ താഴ്വാരത്തിൽ പുൽമേടുകളിൽ ആടുകളെ മേക്കാൻ വിട്ടിട്ട് ഒരു മഹാനായ മനുഷ്യൻ അവിടെ ഇരുന്ന് ദ്വാരക്കുന്നുണ്ട്, കരഞ്ഞ ദ്വാരക്കുന്നത്. ഒരു നല്ല ആട്ടിടയൻ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അയാളെ ശ്രദ്ധിച്ചു. അയാൾ ഒരുപാട് കരഞ്ഞ ദ്വാരക്കുന്നത്. അദ്ദേഹത്തിന്റെ ദ്വാക്ക് എന്താണ് ഉത്തരം വൈകുന്നത്? മൂസാ നബി അള്ളാഹുവിലേക്ക് മുനാജാത്തിന് പോകുന്ന വഴിയിൽ അള്ളാഹുവോട് ചോദിച്ചു, പടച്ചോനെ, ഇത്രയും ആ മനുഷ്യനെ കൊണ്ട് നീ എന്തിനാ ചോദിപ്പിക്കുന്നത്? അയാൾ ചോദിക്കുന്നു, നിനക്കങ്ങ് കൊടുത്തുകൂടെ അല്ലാ? അയാൾ ചോദിക്കുന്ന കാര്യം എന്നെ കൊണ്ട് സാധ്യമാകുന്നതായിരുന്നുവെങ്കിൽ ഞാൻ അയാളെ കൊണ്ട് അത്രയും ചോദിപ്പിക്കുമായിരുന്നില്ല അല്ലാ. അള്ളാഹു മൂസാ നബിക്ക് കൊടുത്ത മറുപടി, മൂസാ നബിയെ, അദ്ദേഹത്തിന്റെ ഹൃദയം ഇവിടെ വരട്ടെ, അപ്പൊ ഞാൻ കൊടുക്കാം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദമാ ഇവിടെ വന്നിട്ടുള്ളൂ, അയാളുടെ നാവാ ഇവിടെ വന്നിട്ടുള്ളൂ. അയാളുടെ ഹൃദയം ഇവിടെ വരട്ടെ, ഹൃദയം വന്നാൽ ഞാൻ കൊടുക്കും. അയാൾ ചോദിച്ചു കൊടുക്കും. അയാളുടെ ഹൃദയം അപ്പുറത്തെ പറമ്പില് ആട് മേയാൻ പോയോടത്ത് വല്ല ചെന്നായവും വരൂ എന്നുള്ള ആ ചിന്തയിലപ്പോ അയാൾ ദ്വാരന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഹൃദയം ഇവിടെ വരണം, എന്നാൽ ഫലിക്കും. അതുപോലെ ഹൃദയം എത്തണം. വെള്ളിയാഴ്ച ആണിനും പെണ്ണിനും പുണ്യമുള്ള ഒരു ദുആ 70 വട്ടം ചൊല്ലണം. അല്ലാഹുമ്മ അഗ്നിനി ബിഫളിക അമ്മൻ സിവാക വബിഹലാലിക അൻ ഹറാമിക. ഫലമുണ്ട് 14 ദിവസത്തിനുള്ളിൽ അള്ളാഹു നിർവാഹമാക്കും. 14 ദിവസത്തിനുള്ളിൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ വകയല്ല ഇത്. സയ്യിദുൽ ബക്കരി ഈ ആയത്തിൽ ഇത് രേഖപ്പെടുത്തുന്നു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി പഠിപ്പിച്ചതാണിത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.